ഭാരത മെത്രാൻ സമിതിയുടെ 36ാമത് CBCI സമ്മേളനത്തിന്റെ അവസാന ദിവസം കൃതജ്ഞതാ ബലിയോടുകൂടിയാണ് ആരംഭിച്ചത്. ബാംഗ്ലൂർ സെന്റ് ജോൺസ് നഴ്സിംഗ് ഓഡിറ്റോറിയം, എന്റെ പിന്നിൽ കാണുന്ന ഈ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഭാരതത്തിലെ മുഴുവൻ 170 മെത്രാന്മാർ ചേർന്ന് അർപ്പിച്ച വിശുദ്ധ കുർബാന ഇന്ന് രാവിലെ തന്നെ 6:30 മണിക്ക് ആരംഭിച്ചത്. അതിനുശേഷം ഇന്നത്തെ വിശുദ്ധ കുർബാനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചത് CBCIയുടെ തൊട്ടു മുമ്പത്തെ ടൈമിലെ ജനറൽ സെക്രട്ടറിയായ ഫെലിക്സ് മച്ചാഡോ ആർച്ച് ബിഷപ്പാണ്. പിതാവിനോടൊപ്പം തന്നെ പുതുതായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട CBCI പ്രസിഡന്റ് മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവും ഒപ്പം 2 വൈസ് പ്രസിഡന്റുമാരും പുതിയ ജനറൽ സെക്രട്ടറിയായ അനിൽ കൂട്ടോ ആർച്ച് ബിഷപ്പും കൂടി ചേർന്നാണ് സഹകാർമ്മികരായി ഈ വിശുദ്ധ കുർബാന അർപ്പിച്ചത്. വിശുദ്ധ കുർബാനയുടെ പ്രസംഗവേളയിൽ പുതിയ 2ാം വട്ടവും തെരഞ്ഞെടുക്കപ്പെട്ട മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവ് സഭ ഇന്ന് നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് പ്രസംഗിച്ചു. Communal, political, social, corporate and civil forces. Sometimes the attacks are from within the church. We have to be very vigilant and united. But we should not be discouraged. If we stand united with Christ. സഭയ്ക്ക് അകത്തും പുറത്തും ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. സഭയ്ക്ക് അകത്തു നിന്നും പുറത്തു നിന്നുമുള്ള ആക്രമണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ മക്കൾ വിശ്വാസികളെല്ലാവരും ജാഗ്രതയോടെ ആയിരിക്കണം എന്നും പിതാവ് തന്റെ പ്രസംഗവേളയിൽ പറഞ്ഞു. പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റാണ് ഇന്ന് വിശുദ്ധ കുർബാനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കേണ്ടതെങ്കിലും ലത്തീൻ രീതിയിലായിരുന്നു ഇന്ന് വിശുദ്ധ കുർബാന നടന്നതുകൊണ്ട് തന്നെ മുൻ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഫെലിക്സ് മച്ചാഡോ പിതാവാണ് മുഖ്യ കാർമ്മികത്വം വഹിച്ചത്. ഭാരതത്തിലെ സഭയുടെ ഇന്നത്തെ സാമൂഹിക രാഷ്ട്രീയ നിലപാടുകൾ ഒക്കെ ചർച്ചയായിരുന്നു ഇന്നത്തെ ഈ ഒരു 8 ദിവസമായി നടക്കുന്ന CBCI സമ്മേളനം ഇന്ന് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. മണിപ്പൂർ വിഷയവും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനോട് സഭയോടുള്ള നിലപാടും സഭ അതിനെങ്ങനെ കാണുന്നു എന്നതിനെക്കുറിച്ചെല്ലാം വിശദമായ ചർച്ചകൾ നടന്നു. അതോടൊപ്പം തന്നെ ഇന്ന് ഈ ഒരു വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഭാരതത്തിന്റെ അപ്പസ്തോലിക് ന്യൂൻഷ്യോ ആർച്ച് ബിഷപ്പ് ലിയോപോൾഡോ ജിറയിലേക്ക് ആൻഡ്രൂസ് താഴത്ത് പിതാവ് പ്രത്യേകം നന്ദി പറഞ്ഞു. കഴിഞ്ഞ 8 ദിവസമായി പിതാവ് ഈ ഒരു സമ്മേളനത്തിൽ ഭാരത മെത്രാന്മാരുടെ ഈ ഒരു സമ്മേളനത്തിൽ അദ്ദേഹം പങ്കുചേരുകയായിരുന്നു ഈ ബാംഗ്ലൂരുള്ള സെന്റ് ജോൺസ് നാഷണൽ മെഡിക്കൽ അക്കാദമിയിൽ. അതോടൊപ്പം തന്നെ ഇന്ന് ഉച്ചയോടുകൂടി ഈ ഒരു സമ്മേളനം, ഈ 36ാമത് ദേശീയ സമ്മേളനം അവസാനിക്കുകയാണ്. അതിനുശേഷം മെത്രാന്മാരുടെ സംയുക്ത പ്രസ്താവന, ഈ ഒരു 7 ദിവസമായി എടുത്ത ചർച്ചകൾ, ഒരുപാട് കാര്യങ്ങളിലെല്ലാം സഭയുടെ രാഷ്ട്രീയ മേഖലകളിലെല്ലാം നിലപാടുകൾ ഈ ഒരു മെത്രാൻ സമിതി എടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു ഇലക്ഷൻ അടുത്തുകൊണ്ടിരിക്കുന്ന ലോക്സഭ ഇലക്ഷൻ അടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഭാരത മെത്രാന്മാരുടെ നിലപാട്, മണിപ്പൂർ വിഷയവും കാണ്ടമാൻ വിഷയമെല്ലാം ഇന്ന് വിശുദ്ധ കുർബാന മധ്യയെല്ലാം അത് പ്രസംഗവേളയിലെല്ലാം പറഞ്ഞിരുന്നു. ഇതിനോടനുബന്ധിച്ചെല്ലാം ഈ ഒരു ആക്രമണങ്ങൾ ഉണ്ടാവുന്ന സമയത്തെല്ലാം ഈ ഒരു ഇലക്ഷൻ സമയത്ത് ഭാരത മെത്രാന്മാരുടെ ഒരു നിലപാട് എന്തായിരിക്കുമെന്ന് തന്നെ ഇന്ന് ഭാരതം ഉറ്റുനോക്കുകയാണ്. അതോടൊപ്പം തന്നെ ഉച്ച കഴിയും ശേഷം സംയുക്ത പ്രസ്താവന മെത്രാന്മാരുടെ മാധ്യമങ്ങൾക്ക് ലഭിക്കും. ഇന്ന് ഉച്ചവരെയായിരിക്കും ഇന്നത്തെ സമ്മേളനം. അതിനുശേഷം ഈ ഒരു 36ാമത് ഈ ഒരു ദേശീയ CBCI സമ്മേളനത്തിന് അവസാനം കുറിക്കുകയാണ്.